ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ബ്ലാക്ക്ബെറി ജാമാണ് ഉണ്ടാക്കാൻ പോണത്. ബ്ലാക്ക്ബെറി ഞാൻ ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ലുലുവിലൊക്കെ പോകുമ്പോൾ നല്ല സെയിലിലൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ കുറേ ബ്ലാക്ക്ബെറീസ് വാങ്ങിച്ച് വെക്കും. എന്നിട്ട് ഇങ്ങനത്തെ ജാം ഉണ്ടാക്കും. ഇതിനെ മാഷ് ചെയ്തിട്ട് ചിയ സീഡ്സ് മാത്രമാണ് ഇതിലെ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ഷുഗർ, പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കഴിക്കണം. ഫ്രിഡ്ജിൽ ആകെപ്പാട് 2-3 ദിവസം ഇത് നന്നായിട്ട് ഇരിക്കും. എൻ്റെ പ്രൊഡക്ടിവിറ്റീൻ്റെ ടിപ്പും ഇത് തന്നെയാണ്. കീപ് തിങ്സ് റിയലി സിമ്പിൾ. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് സമയം കിട്ടുമ്പോഴൊക്കെ മേക്ക് ഇറ്റ് അഹെഡ് ഓഫ് ടൈം. ഈ ഒരു ജാം ഉണ്ടാക്കിയ കാരണം തന്നെ എനിക്ക് നെക്സ്റ്റ് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടെൻഷൻ ഇല്ല. ഇത് എനിക്ക് ഓട്സിലിട്ട് കഴിക്കാം, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിലിട്ട് കഴിക്കാം. ഇന്ന് ഞാൻ ബ്രെഡിനെ നല്ല രീതിയിലായിട്ട് 2 സൈഡും ക്രിസ്പി ആവുന്ന പരുവത്തിൽ ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ക്രഞ്ച് നല്ല ഇഷ്ടമാണ്. പിന്നെ പീനട്ട് ബട്ടറും യൂസ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഹോൾ എർത്തിൻ്റെ പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തൊരു പീനട്ട് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഹോൾ എർത്തിൻ്റെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്ന് ഞാൻ സൂപ്പർ മൾട്ടി ടാസ്കിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റും റീഡിങ്ങും ആണ്. ഞാൻ ലീ ചൈൽഡിൻ്റെ വർത്ത് ഡൈയിങ് ഫോർ എന്ന പുസ്തകമാണ് വായിക്കുന്നത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ത്രില്ലർ പുസ്തകം അല്ലെങ്കിൽ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താനേ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പുസ്തകം വായിക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് സമയമില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോടൊപ്പം തന്നെ പുസ്തകം വായിക്കുകയാണ്. അടുത്ത അജണ്ടയാണ് കുറച്ച് സെൽഫ് കെയർ. രാവിലത്തെ സമയം കുറച്ച് പീസ് ആൻഡ് കാം ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ കിട്ടും. ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഇന്ന് ഒരു നല്ല ഹെയർ ഓയിൽ മസാജ് ചെയ്യാണ്. ഞാൻ നോർമലായിട്ടുള്ളൊരു കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിനെ അല്പം ചൂടാക്കും. അതിൻ്റെ കൂടെ തന്നെ ഫെനുഗ്രീക്ക് സീഡും കറി ലീവ്സും ഇടും. ഇത് നമ്മുടെ ഡാൻഡ്രഫിനും വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിനും വേണ്ടിയിട്ടും നല്ലതാണ്. UAE താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഹെയർ ലോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം എനിക്കും UAE വന്നിട്ടാണ് കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പൊടിക്കൈ വിദ്യകളൊക്കെ ചെയ്തിട്ട് കുറച്ചെങ്കിലും ഹെയർ ഫോള് ലിമിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഹെയർ ഓയിൽ ഇടുന്ന സമയം തന്നെ ഞാൻ എന്തെങ്കിലും ഒരു നല്ല യൂട്യൂബ് വീഡിയോ ഇട്ട് കാണും. പിന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഞാനിത് ഹെയറിൽ വെക്കും. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്യാൻ പോവാണ്. എൻ്റെ UAEയിലെ ആദ്യത്തെ ബാൽക്കണി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. എല്ലാത്തിൻ്റെയും പോലെ ഇതിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. കോൺസ് എന്ന് പറയുമ്പോൾ UAE വെതർ തന്നെയാണ്. പൊടിക്കാറ്റ് ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില്ലുകളും ഈ വിൻഡോസും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചീത്തയാവും. അപ്പോൾ നല്ല രീതിയിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സമയം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് കണ്ടമാനം സമയം എടുക്കുന്നുണ്ട്. ഈ ബാൽക്കണിയൊക്കെ കണ്ടപ്പോൾ ചാടി കയറി ഇത് വാങ്ങിച്ചു. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ സമയം പിടിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു സൺസെറ്റ് പുറത്തിരുന്ന് കാണുമ്പോൾ എല്ലാം കോമ്പൻസേഷൻ ആയിട്ട് മാറും. വളരെ അധികം നല്ലൊരു വൈബാണ് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 9 o'clock ആയിട്ടുണ്ട്. ആൻഡ് മൈ വർക്കിംഗ് അവർ സ്റ്റാർട്ട്സ് ഫ്രം 9 to 5. ഞാൻ എൻ്റെ വർക്കിംഗ് ഡെസ്കിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു ബിഗ് ബോട്ടിൽ ഓഫ് വാട്ടർ, എൻ്റെ ബുക്സ്, പ്ലാനർ, സ്റ്റേഷനറീസ്, പെൻസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, എൻ്റെ ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോൺ ആൻഡ് എൻ്റെ കണ്ണട. എൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 10 to 15 minutes ആണ്. അത് കഴിയുമ്പോൾ തന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ എന്തായി, നോട്ടിഫിക്കേഷൻസ് എന്ത് വന്നു, സോഷ്യൽ മീഡിയയിൽ എന്തായി എന്നതിനെ പറ്റിയിട്ടൊക്കെ പോവും. ഐ തിങ്ക് ഇറ്റ് ഹാസ് ബിക്കം വെരി നോർമൽ നൗ ഡേയ്സ്. അതുകൊണ്ട് ഞാൻ സൂൺ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, കോൺസെൻട്രേഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പ്രൊഡക്ടിവിറ്റി, കരിയർ, പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയിട്ട് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്.
സമയം 1:30 ആയി. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡേ ആണ് വിശാലിൻ്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നത്. ഇന്ന് വിശാൽ മെഹഫിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് ചിക്കൻ 65 ബിരിയാണിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ അബുദാബിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി മെഹഫിൽ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് ഇത് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടും. ഞാൻ 2 വർഷത്തിന് ശേഷമാണ് ചിക്കൻ, ഫിഷ് ഇതെല്ലാം കഴിക്കാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ പറയാം. ലഞ്ച് കഴിച്ച ഉടനെ തന്നെ ഐ ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഇന്നത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത് നമ്മുടെ അനോക്കി വെബ്സൈറ്റിൽ പോയിട്ട് ഡിജിറ്റൽ ഡൗൺലോഡ് PDF ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യുക എന്നതായിരുന്നു. ഇനി നിങ്ങൾക്ക് അനോക്കി പ്ലാനർ വേണമെന്നുണ്ടെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആകെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ബൈ നൗ എന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് ഇടുക, ആൻഡ് ദെൻ ഇമെയിലിൽ നിങ്ങൾക്ക് PDF ഫയൽ വരുന്നതായിരിക്കും. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആസ് ആൻഡ് വെൻ റിക്വയർമെൻ്റ് ഉണ്ട്, ആ പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് INR-ലാണ് പേയ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ashwatiVishal.com എന്ന വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ പ്ലാനർ PDF ത്രൂ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു വിൽ ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ യൂട്യൂബ് സ്പേസിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണർ ആണെങ്കിൽ പോലും നമുക്കറിയാം നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈമാണ് അഡ്വാൻറ്റേജ്. ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ടാണ് ആഫ്റ്റർനൂൺ സമയത്ത് എനിക്ക് കുറച്ച് ആഫ്റ്റർ ഫുഡ് ഒരു ലെത്താർജി ഫീൽ ചെയ്യും. ആ സമയത്ത് ഞാൻ ഒരു 30 to 45 minutes നടക്കും. ആൻഡ് ഐ ഗെറ്റ് മൈ 10,000 steps ഡൺ ഫോർ ദ ഡേ. ഞാൻ എൻ്റെ വർക്ക് അറൗണ്ട് 5-5:30 ഞാൻ വൈൻഡപ്പ് ചെയ്യും. എൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് ഞാൻ ഡ്രിങ്ക് സെലക്ട് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് വൈറ്റ് ടീ കുടിക്കാനാണ് തോന്നുന്നത്. ഇത് IKEA വൈറ്റ് ടീ ആണ്, അധികം ക്യാഫീനൊന്നും ഇല്ലാത്ത ഡ്രിങ്കാണ്. ഈ ടീൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ നാളത്തേക്കുള്ള പ്ലാനിങ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ റിലേറ്റീവ്ലി ഈസി ആയിട്ട് എൻ്റെ ഡേ ബിഗിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഈവനിങ്സ് കമ്പാരിറ്റീവ്ലി വളരെ റിലാക്സ്ഡ് ആണ്. ആകെ ചെയ്യേണ്ട കാര്യം വൈൻഡ് ഡൗൺ ചെയ്യുക ആൻഡ് ഒരു നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. ഞാൻ റൈസ് നൂഡിൽസ് ആദ്യമായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫിലിപ്പിനോ സെക്ഷനിൽ നിന്നിട്ടാണ് വാങ്ങിച്ചത്. ഇത് സാധാരണയായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ നൂഡിൽസിനെ ഹാഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരാക്രമണമാണ്, സാധിച്ചിട്ടില്ല. പക്ഷേ അത് തിളച്ച വെള്ളത്തിലിട്ടപ്പോൾ തന്നെ അത് മെൽട്ടായി ബോയിലായി വന്നു. റൈസ് നൂഡിലിൻ്റെ കോമ്പിനേഷനായിട്ട് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ടർമറിക്, റെഡ് ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ, സോൾട്ട് വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ റെഡ് ക്യാപ്സിക്കമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും യൂസ് ചെയ്യാം. ചില്ലി ചിക്കനിൽ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫ്ലേവറിങ് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ റൈസ് നൂഡിൽസുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ സോയ സോസ് ഒഴിക്കാം, ഏത് മസാലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇത്രയ്ക്ക് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ നൂഡിൽസ് ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ കീൽ ലീവ്സ് ആണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ടുക്ക് സം ഇൻസ്പിറേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്. ടേക്ക് കെയർ. ബൈ ബൈ.